അപ്പോൾ ഹായ്, ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കാണോ അത് പറഞ്ഞത്? ഒബ്വിയസ്ലി എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 years ഗ്യാപ്പ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് നമ്മുടെ പ്രൊഫഷണൽ എന്താണ് നമ്മുടെ സമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ വിസയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്പോൺസറിൻ്റെ ആവശ്യമില്ല. ജോബ് സീക്കർ വിസ ആയതുകൊണ്ട് തന്നെ സ്പോൺസർ റിക്വയർഡ് അല്ല. കമ്പയർ ടു വിസിറ്റിംഗ് വിസ ഇത് ഭയങ്കര ചീപ്പാണ്. വിസിറ്റിംഗ് വിസയെക്കാളും ലോവർ എമൗണ്ട് ആണ് ജോബ് സീക്കർ വിസയ്ക്ക് വരുന്നത്. ഇത് സ്കിൽ വൈസ് ലെവലായിട്ടാണ് ഇവിടെ ക്രൈറ്റീരിയ വെച്ചേക്കുന്നത്. ലെവൽസ് 1, 2, 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ഡോക്ടർ, എഞ്ചിനീയർ, നഴ്സ്, അതൊക്കെ സ്കിൽ 1-ൽ വരും, ലെവൽ 1-ൽ വരും. സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ, സൂപ്പർവൈസർ അങ്ങനെ ആയിട്ടുള്ളത്. തേർഡ് ലെവലിൽ വരുന്ന ഫീൽഡ് വർക്കേഴ്സ്, ക്ലർക്ക്, അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയാണ് തേർഡ്. വാലിഡ് ആയിട്ടുള്ള ഡിഗ്രി നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് 3 to 5 years 2 years ഉണ്ടെങ്കിൽ നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള നമ്മുടെ സ്കില്ല് വെച്ചിട്ടുള്ള അപ്ലൈ നമുക്ക് ചെയ്യാൻ പറ്റും. റിക്വയർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട്, 6 months മുന്നേ എക്സ്പയർ ആവാത്ത വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് വേണം. വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തത് വേണം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കണം കേട്ടോ. വിസ അപ്ലൈ ചെയ്യുന്നത് ICP അല്ലെങ്കിൽ GDRFA എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലാണ് നമ്മൾ ഈ വിസയെ പറ്റിയിട്ട് അറിയേണ്ടതും അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ വെക്കുന്നത്. ഇതിന്റെ ക്രൈറ്റീരിയ വരുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഓൺലൈനിലുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും കാണിക്കും.